ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ജനുവരി 2020 മുതൽ ഏപ്രിൽ 2020 വരെ ക്ലെയിം ചെയ്ത എമൗണ്ടിന്റെ ഡീറ്റെയിൽസ് ഉള്ള എക്സൽ ഷീറ്റാണിത്. ഇങ്ങനെ എമൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ വിളിക്കുന്നത് ഇന്ററിം പേയ്മെന്റ് സർട്ടിഫിക്കറ്റ് എന്നാണ്, IPC. ക്വാണ്ടിറ്റി സർവേഴ്സ് ഒരു ഫിക്സഡ് ടൈം പീരീഡിൽ അല്ലെങ്കിൽ ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ എത്തുമ്പോൾ IPC പ്രിപ്പയർ ചെയ്ത് കൺസൾട്ടന്റിനോ ക്ലയന്റിനോ സബ്മിറ്റ് ചെയ്യും. അവർ അത് വെരിഫൈ ചെയ്ത് ഫൈനൽ ആക്കിയതിനു ശേഷമാണ് കമ്പനിക്ക് എമൗണ്ട് ക്രെഡിറ്റ് ആകുന്നത്. മെയ് മന്തിലെ അപ്ഡേറ്റിന് വേണ്ടി പ്രൊജക്ട് മാനേജർ ഈ എക്സൽ ഷീറ്റ് QSന് ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെ ഷെയർ ചെയ്യുമ്പോൾ ജനുവരി മുതൽ ഏപ്രിൽ വരെയുള്ള സെൽ ഡീറ്റെയിൽസിന് ചേഞ്ചസ് ഒന്നും വരാതിരിക്കാൻ വേണ്ടി ലോക്ക് ചെയ്യുകയും മെയ് മന്ത് സെൽസ് എഡിറ്റ് ചെയ്യാൻ അൺലോക്ക് ആക്കുന്നതും എങ്ങനെയെന്ന് നോക്കാം. അതിനായി ആദ്യമേ ഈ വർക്ക്ഷീറ്റ് ഫുൾ നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഈ നെയിം ബോക്സിന്റെ താഴെയുള്ള ഈ പോർഷനിലുള്ള ട്രയാങ്കുലർ പോർഷനിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഒരു ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് നിന്ന് ഫോർമാറ്റ് സെൽസ് ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് സെൽസ് ക്ലിക്ക് ചെയ്യുമ്പോൾ വേറൊരു ഡയലോഗ് ബോക്സ് വരും. അതിനകത്ത് ഈ പ്രൊട്ടക്ഷൻ ഓപ്ഷനകത്തുള്ള ലോക്ക്ഡിന്റെ സൈഡിലുള്ള ഈ ബോക്സ് ടിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോഴ് ഈ വർക്ക്ഷീറ്റ് ഫുള്ള് എല്ലാ സെൽസും ലോക്കായി. ഇനി നമുക്ക് വേണ്ടുന്നത് അതിനുവേണ്ടി വീണ്ടും നമുക്ക് ഇത്രയും സെൽസ് നമുക്ക് ലോക്ക് ചെയ്യണം. അവിടെ അത്രയും സെൽസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീണ്ടും ഫോർമാറ്റ് സെൽസ്. അവിടെ വരുന്ന പ്രൊട്ടക്ഷൻ ടാബിനകത്ത് ആൾറെഡി നമ്മൾ ഇവിടെ ലോക്കാണ് കിടക്കുന്നത്, ടിക്കാണ്. നേരത്തെ നമ്മൾ ഫുൾ വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്ത് ടിക്ക് മാർക്ക് ഇട്ട്, അതാണ് ഇവിടെ വീണ്ടും ആ ടിക്ക് മാർക്ക് കാണിക്കുന്നത്. നമുക്ക് ഈ സെൽസ് എഡിറ്റ് ചെയ്യണം. അതിനുവേണ്ടി സെലക്ട് ചെയ്തിട്ട് ഈ ടിക്ക് മാർക്ക് അൺടിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പം നമ്മൾ എന്താണ് ചെയ്തത്? ഈ വർക്ക്ഷീറ്റ് ഫുള്ള് ഫസ്റ്റ് സെലക്ട് ചെയ്ത് ലോക്കാക്കി, പിന്നെ ഈ എഡിറ്റ് ചെയ്യേണ്ട സെൽസ് മാത്രം സെലക്ട് ചെയ്ത് അൺടിക്ക് ചെയ്ത്. പക്ഷേ ഇങ്ങനെ ചെയ്താൽ ഇത് വർക്ക് ആവത്തില്ല. അതിനുശേഷം റിവ്യൂ ടാബിൽ പോയി പ്രൊട്ടക്റ്റ് ഷീറ്റിന്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. പാസ്വേഡ് ടൈപ്പ് ചെയ്യാനൊരു ഓപ്ഷൻ വരും. നമ്മളിപ്പോൾ 1 2 3 വെറുതെ അടിച്ചു നോക്കുക. ഓക്കെ, ആ പാസ്വേഡ് റീഎൻറ്റർ ചെയ്യുക. 1 2 3. ഓക്കെ, ഇപ്പോൾ ഇത് ഫുള്ള് വർക്ക് ആയിട്ടുണ്ട്. നമുക്ക് ചെക്ക് ചെയ്യാം. ഇവിടെ ഡബിൾ ചെയ്യുക. വാർണിംഗ് മെസ്സേജ് വരും. വാർണിംഗ് മെസ്സേജ്. ഓക്കെ, ഇത് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മളൊരു 20,000, ഇവിടെ ഒരു 18,000, ഇവിടെ 18,000. ഓക്കെ, ഇതിനി പാസ്വേഡ് നമുക്ക് മാത്രമേ അറിയത്തുള്ളൂ. ഇപ്പം അവർക്ക് മുൻ മാസങ്ങളിൽ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെന്ന് അവർ പറയുകയാണെങ്കിൽ പാസ്വേഡ് വീണ്ടും ഇവിടെ പോവുക, പാസ്വേഡ് അടിച്ചു കൊടുക്കുക. അപ്പോൾ ഇതാണ് ലോക്കായി, നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു ഓപ്ഷൻ. നമ്മൾ നേരത്തെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഫോർമാറ്റ് സെൽസിൽ പോകുമ്പോൾ ഇവിടെ ടിക്കോ ബ്ലാങ്കോ ആയിരുന്നു. ഇപ്പം കണ്ടോ ഒരു നെഗറ്റീവ് സിമ്പിൾ വന്നേക്കുന്നത്. ഇതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഈ വർക്ക്ഷീറ്റിൽ, ഈ എക്സൽ ഷീറ്റിൽ ചില സെൽസ് ലോക്ക്ഡ് ആണ്, ചില സെൽസ് അൺലോക്ക് ആണ്. അതുകൊണ്ടാണ് ഈ നെഗറ്റീവ് സിമ്പിൾ വരുന്നത്. അത് എങ്ങനെ മാറ്റാൻ നോക്കാം. ഓക്കെ, നമ്മൾ ഈ സെൽസ് മാത്രം നമ്മൾ അൺലോക്ക് ചെയ്തായിരുന്നു. അത് ലോക്ക് ആക്കിയാൽ ആ സിമ്പിൾ മാറും. മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് സെൽസ് ഇവിടെ ലോക്ക് ആക്കുക. ഓക്കെ കൊടുക്കുക. ഇനി നമ്മൾ ചെക്ക് ചെയ്താൽ ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഫോർമാറ്റ് സെൽസ് കണ്ടോ ടിക്ക് മാർക്ക് വന്നത്.